ഹലോ ഗൈസ്, ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലെ എല്ലാ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കൽ കഴിഞ്ഞു. അതിൽ BJP സ്ഥാനാർത്ഥി B ഗോപാലകൃഷ്ണൻ ഇന്നലെ പറഞ്ഞത് ഒന്ന് കേട്ടോക്കാം നമുക്ക്. അരനൂറ്റാണ്ടായി ഗുരുവായൂരപ്പന്റെ മണ്ണിൽ അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രമായ ഗുരുവായൂരിൽ ഒരു ഹിന്ദു MLA ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ട്? ഇടതുപക്ഷമായാലും ശരി വലതുപക്ഷമായാലും ശരി, ഗുരുവായൂർ ക്ഷേത്രം അന്തർദേശീയ തലത്തിൽ വിശിഷ്ടമായി നിൽക്കുമ്പോൾ അതിനെ ചുറ്റിപ്പറ്റി സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടുമുള്ള വികാസം ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ട് ക്ഷേത്രനടയിൽ, എന്തുകൊണ്ട് ഗുരുവായൂരിൽ ഒരു ഹിന്ദു MLA ഉണ്ടായിട്ടില്ല? അരനൂറ്റാണ്ടായിട്ട് ഇവിടെ ഒരു ഹിന്ദു MLA പോലും ഇല്ല എന്നാണ് ആള് പറയണത്. എന്താ താങ്കൾ ഉദ്ദേശിക്കണത്? ഇതൊരു അമ്പലത്തേക്കുള്ള തെരഞ്ഞെടുപ്പാണോ അതോ പള്ളിക്കുള്ള തെരഞ്ഞെടുപ്പാ? നിങ്ങൾ രാഷ്ട്രീയം പറഞ്ഞ് വോട്ട് പിടിക്കുക, അല്ലാതെ ഈ മതം പറഞ്ഞിട്ടല്ല വോട്ട് പിടിക്കേണ്ടത്. അത് ഗുരുവായൂരിന്റെ മണ്ണിൽ തീരെ നടക്കില്ല. ഇവിടെ ഈ കഴിഞ്ഞ നോമ്പ് വരെ എല്ലാരും ഒരുമിച്ച് കൊണ്ടാടിയുള്ള നാടാണ്. നോമ്പ്, പെരുന്നാള്, പള്ളിപ്പെരുന്നാള്, മണത്തല നേർച്ച, വിഷു, ഓണം എല്ലാം ഇവിടെ ഒരുമിച്ചാണ് എല്ലാരും കൊണ്ടാടുക. അതിന്റെ ഇടയിൽ വന്നിട്ടാണ് താങ്കൾ ഈ മതത്തിന്റെ പേര് പറഞ്ഞിട്ട് വോട്ട് വാങ്ങണത്. നിങ്ങൾ ജയിക്കും നിങ്ങൾക്ക് തോന്നണ്ട. ഇവിടെ ഒരിക്കലും നിങ്ങൾ ജയിക്കില്ല, 100% ഉറപ്പാണ്. അപ്പൊ ഓക്കെ ബൈ. ഇതുപോലത്തെ മതം പറഞ്ഞ് ഇനി വരരുത്.